2025 മാർച്ച് 29-ാം തീയതി നടക്കാൻ പോകുന്ന ശനിമാറ്റം വഴി മിഥുനം രാശിക്കാർക്ക് ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. മിഥുനം രാശിക്കാർക്ക് ശനി 8-ാമത്തെയും 9-ാമത്തെയും വീടുകളെയാണ് ഭരിക്കുന്നത്. ശനി സംക്രമം 2025-ൽ നിങ്ങളുടെ 10-ാം ഭാവത്തിലേക്ക് നീങ്ങും. 10-ാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ കർമ്മസ്ഥാനമാണ്. സാധാരണഗതിയിൽ 10-ാം ഭാവത്തിലേക്ക് ശനി വരുമ്പോൾ അതിനെ കണ്ടകശനി എന്നാണ് പറയുന്നത്. അതായത് ഇനി വരുന്ന 2.5 വർഷക്കാലം കണ്ടകശനിയായിരിക്കുമെന്നർത്ഥം. എന്നിരുന്നാലും നിങ്ങളുടെ ഭരണഗ്രഹമായ ബുധന്റെ മിത്രമാണ് ശനി എന്നതിനാൽ ഈ സംക്രമണം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. അതായത് ദീർഘനാളുകളായിട്ട് ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക്, അതായത് നല്ല രീതിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുമെന്നർത്ഥം. കൂടാതെ കഠിനാധ്വാനം ചെയ്തിട്ടും ജോലിയിൽ പ്രമോഷനോ അല്ലെങ്കിൽ സാമ്പത്തികമായ ഉയർച്ചകളോ ഉണ്ടാകാത്തവർക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കും ഈ ശനിമാറ്റം കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങളുടെ പ്രൊഫഷണൽ മേഖലയിൽ മികവ് പുലർത്താൻ ഇത് അവസരങ്ങൾ നൽകും. ജോലിഭാരവും കൂടുതൽ കഠിനാധ്വാനവും ചെയ്യാനുള്ള സമ്മർദ്ദവും നിങ്ങൾക്ക് അനുഭവപ്പെടുമെങ്കിലും കഠിനമായ പരിശ്രമത്തിലൂടെയും സ്ഥിര ഉത്സാഹത്തിലൂടെയും വിജയം കൈവരിക്കും. നിങ്ങൾക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റിയൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. ഒപ്പം നിങ്ങളുടെ സീനിയേഴ്സുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുവാൻ സാധിക്കും. നിങ്ങളെ പല കാര്യങ്ങൾക്കും റെക്കമെൻഡ് ചെയ്യാനൊക്കെയുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ശനിയുടെ സ്ഥാനം 12, 4, 7 ഭാവങ്ങളെ പൂർണ്ണമായി പരിഗണിക്കും. അതായത് മിഥുനം രാശിക്കാരുടെ 12, 4, 7 ഭാവങ്ങളെ കൂടി പൂർണ്ണമായും ശനി പരിഗണിക്കും. ഇത് ചിലവുകൾ കുറയ്ക്കാനും ഇടയാക്കിയേക്കാം. 12, 4 എന്ന് പറയുമ്പോൾ 12-ാം ഭാവം നമ്മുടെ ചിലവുകളെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. 4-ാം ഭാവം നമ്മുടെ ഗ്രഹത്തെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. അതുകൊണ്ട് ചിലവുകളൊക്കെ കുറയുമെങ്കിലും വളരെ സൂക്ഷിച്ച് വേണം പണം ചെലവാക്കാനായിട്ട്. എന്നാൽ കുടുംബജീവിതത്തിൽ ഏറ്റക്കുറച്ചിലൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അതായത് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലും അതുപോലെ തന്നെ കുടുംബപരമായിട്ട് മറ്റുള്ളവരുമായിട്ട് സഹോദരങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അങ്ങനെ പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ തന്നെ രമ്യമായി പരിഹരിച്ച് വളരെയധികം പോസിറ്റീവായിട്ട് മുമ്പോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. ജൂലൈ, നവംബർ മാസങ്ങളിൽ പ്രായമായവർക്ക് ചില അസ്വസ്ഥതകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതായത് കുടുംബത്ത് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ നേരിടുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ നമ്മൾ പ്രത്യേക ശ്രദ്ധ കൈവരിക്കണമെന്നർത്ഥം. കൂടാതെ നിങ്ങളുടെ ഇണയുമായി നല്ല ബന്ധം നിലനിർത്തുന്നത് പ്രധാനമാണ്. അത് ദാമ്പത്യ ജീവിതത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ സ്നേഹിക്കുന്നവരായിക്കോട്ടെ. മിഥുനം രാശി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അതാണല്ലോ അർത്ഥമാക്കുന്നത്. അപ്പോൾ അവരുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം കുറച്ചുകൂടി നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണം. അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അവരുമായി കൂടുതൽ പ്രശ്നങ്ങൾ വരാതെ നോക്കുക. കാര്യം അത് നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തെയും അല്ലെങ്കിൽ കുടുംബജീവിതത്തെയും സാമ്പത്തികമായ ജീവിതത്തെയൊക്കെ ബാധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നയങ്ങളും നിയന്ത്രണങ്ങളും പിന്തുടരുന്നത് നല്ലതായിരിക്കും. അതായത് ബിസിനസ്സിൽ കൂടുതൽ പണം ചെലവഴിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒരാളെ ഏൽപ്പിക്കാതെ സ്വന്തം മേൽനോട്ടത്തിൽ തന്നെ ബിസിനസ്സുകളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഒപ്പം പാർട്ട്നേഴ്സിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്താണ് നിങ്ങൾ പ്രൊഫഷണൽ ജീവിതത്തിലും അല്ലെങ്കിൽ ബിസിനസ് ലൈഫിലൊക്കെ മുമ്പോട്ട് പോകുന്നതെങ്കിൽ അതിലൊക്കെ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതൊരു എഗ്രിമെൻ്റൊക്കെ വെച്ചതിന് ശേഷം മാത്രം അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് മുമ്പോട്ട് പോവുക. ഇതൊക്കെയാണ് മിഥുനം രാശിക്കാർക്ക് ഈ ശനിമാറ്റം മൂലം ഉണ്ടാവുന്ന കാര്യങ്ങൾ. പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടും കർമ്മപരമായിട്ടും ഇവർക്കെല്ലാം ഒരു നല്ല രീതിയിലുള്ള ഉയർച്ചയാണ് വരാൻ പോകുന്നത്. ഇനി ശനിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഭിന്നശേഷിക്കാർക്ക് ഭക്ഷണമൊക്കെ നൽകുന്നത് നല്ലതായിരിക്കും. അവരെ സന്തോഷിപ്പിക്കുക. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അതുമെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും. ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവരെയൊക്കെ സഹായിക്കുക. ഒപ്പം ശനിക്ഷേത്രങ്ങളിലൊക്കെ പോയി ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഒക്കെ നല്ലതാണ്. ശിവന് ധാര കഴിപ്പിക്കുന്നതും ഒക്കെ നല്ലതാണ്.